ഹായ് ഫ്രണ്ട്സ്, ഈസി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവില്ലേ ഒരു കരി പിടിച്ച ഒരു പാത്രം. ഇത് നമ്മൾ ഗ്യാസിൽ വെച്ച് നമ്മൾ ചെയ്യുന്നതാണെങ്കിലും ഗ്യാസ് തീരാവുന്ന സമയങ്ങളിൽ നമ്മുടെ പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങളായാലും ശരി, അതുപോലെ തന്നെ അലുമിനിയം പാത്രങ്ങളായാലും ശരി, നല്ലപോലെ അടിയിലൊക്കെ കരി പിടിക്കും അല്ലേ. അത് നമ്മൾ എത്ര തേച്ച് കഴുകിയാലും പോവില്ല. അപ്പോൾ ഇങ്ങനെ കരി പിടിച്ച പാത്രങ്ങളൊക്കെ നമുക്ക് തേച്ച് കഴുകാനായിട്ട് നമ്മുടെ വീട്ടിൽ ഒരൊറ്റ സാധനം മാത്രം മതി. അതുപയോഗിച്ച് നമ്മൾ ഇത് നല്ല പോലെ നമ്മുടെ പുതിയ ഒരു ചട്ടി പോലെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മളിതിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ സർഫ് എക്സൽ ബാർ സോപ്പില്ലേ, തുണികളൊക്കെ അലക്കുന്ന സോപ്പ്, അതാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഏത് സോപ്പ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് മാർക്കറ്റിൽ റിന്ന് അങ്ങനെ പല സോപ്പുകളും കിട്ടും. നമുക്കത് ഏതായാലും, പക്ഷേ ഇതുപോലുള്ള സോപ്പ് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് കരി പിടിച്ച ആ കറ ഒന്ന് പെട്ടെന്ന് പോവുക കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യണമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ഗ്രേറ്റർ എടുത്തിട്ട് ചെറിയൊരു രീതിയിൽ അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് നമ്മൾ അതിന് പുറത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോപ്പ് പൊടി ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് നല്ലൊരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഒന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് നന്നായി ഒന്ന് തേക്കുക കേട്ടോ. ഈ ഒരു സോപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നിങ്ങൾ ഈ ഒരു സോപ്പ് കൊണ്ട് നമ്മൾ ഈ കരി പിടിച്ച പാത്രങ്ങൾ കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നന്നായിട്ട് പെട്ടെന്ന് കരിയൊക്കെ പോകുന്നതായിരിക്കും കേട്ടോ. ഞാൻ വീട്ടിൽ അത്യാവശ്യം ഇങ്ങനെ കരി പിടിച്ച പാത്രങ്ങളൊക്കെ അങ്ങനെ തേച്ചിട്ട് പോകാതിരിക്കുന്ന സമയങ്ങളിൽ ഇങ്ങനെയാണ് ഞാനൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലൊരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ച് നന്നായിട്ടൊന്ന് തേച്ച് ഉരച്ച് കഴുകുക കേട്ടോ. നന്നായിട്ട് തേക്കണം. അത്യാവശ്യം ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് നമ്മൾ അടി കഴുകാതെ മീൻസ് നമ്മൾ ഉരച്ച് തേക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടൊക്കെ നമ്മൾ അങ്ങനെ വിട്ട് ആകുമ്പോൾ കുറേ നാളാകുമ്പോൾ അത് കുറച്ചൊന്ന് നല്ലപോലെ കരി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് ചെറിയ രീതിയിൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് തേച്ചൊരച്ച് കഴുകുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് കുട്ടികളും മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് എല്ലാ ജോലികളും ഒന്നിച്ച് ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറ്റാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ വല്ലപ്പോഴെങ്കിലും സമയം കിട്ടുന്ന സമയങ്ങളിൽ ഇതൊന്ന് ഉരച്ച് തേച്ച് കഴുകണമെന്ന് തോന്നുമ്പോഴാണ് നമ്മളിങ്ങനെ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് വേണ്ടി തന്നെ കുറച്ച് നാൾ അങ്ങനെ വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു കിട്ടിലൻ റിസൾട്ടാണ്. നമുക്ക് വേറെ ഒരു സാധനവും വേണ്ട. നമ്മൾ വെറുതെ ഈ ഒരു സോപ്പ് ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് തേച്ച് കഴുകിയാൽ മതി. പെട്ടെന്ന് തന്നെ ഈ കരിയൊക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 5 മിനിറ്റോളം ഈ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ച് നന്നായി ഒന്ന് നമ്മൾ ഉരച്ച് തേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ആ കരിയൊക്കെ നന്നായിട്ട് പാടെ ഇളകി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ കഴിയുന്നുണ്ടാവും. ആ കരിയൊക്കെ പോയിട്ട് അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ പാത്രം ഒന്ന് തിളങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കരിയൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് കഴുകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായി ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നല്ല ഒരു തിളക്കം വന്നിട്ട് നമ്മുടെ പാത്രത്തിന് അടിയിലുള്ള കരികളൊക്കെ പോയി നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മൾ വീട്ടിലുള്ള വേറെ ഒരു സാധനവും ആവശ്യമില്ല. നമുക്ക് ഈ സോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അത് വെച്ച് തന്നെ നന്നായി നമ്മളൊരു 5 മിനിറ്റ് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് കഷ്ടപ്പെടേണ്ടി വരും. പക്ഷേ നമ്മുടെ പാത്രം പുത്തൻ പോലെ ആയി കിട്ടും. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളിയായിട്ട് പഴയ പാത്രം പോലെയല്ല, പുതിയൊരു പാത്രം എന്ന രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട്, എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. അപ്പോൾ അതാകണ്ടില്ലേ നമ്മുടെ ചട്ടി പുത്തനായിട്ടുണ്ട്. നമുക്കിത് അലുമിനിയം പാത്രത്തിലും ഉപയോഗിക്കാം കേട്ടോ. അതുകൊണ്ട് ചട്ടി ഓട്ടയാവും എന്നുള്ള പേടിയൊന്നും ഇല്ല. നമ്മൾ സ്ക്രബ്ബർ വെച്ച് നമ്മളൊന്ന് ഉരച്ച് കഴുകുന്നു, അത്രയേ ഉള്ളൂ. അത് കാരണം ഓട്ടയാവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്യുന്നതാണ്. കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ചില ദിവസങ്ങളിൽ സമയമില്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെ വിട്ടേക്കും. അത് ജസ്റ്റ് ഒന്ന് കഴുകുന്നല്ലാതെ തേച്ചൊരച്ച് കഴുകാൻ നിൽക്കില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് കുറച്ച് ദിവസം കഴുകാതെ എടുത്ത് വെച്ചിരുന്നത്. ഇപ്പം നിങ്ങൾ ഈ പാത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മുന്നേ കണ്ടതുപോലെ അല്ലല്ലോ, നല്ല ഒരു വ്യത്യാസമില്ലേ. നമ്മുടെ ചട്ടി ഒരു പുത്തനായി മാറിക്കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ കരി പിടിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നമ്മളൊന്ന് വെളുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാകുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.